പലതരം ഭീകരവാദങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അടിച്ചമർത്തുന്ന നടപടികൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ശ്രദ്ധിക്കപ്പെട്ടത് മാവോവാദി ഭീകരവാദം. അതിനെ ഇല്ലാതെയാക്കാൻ കേന്ദ്ര സർക്കാർ എന്തൊക്കെ നടപടികളാണ് എടുത്തിട്ടുണ്ടാവുക? സത്യത്തിൽ നമ്മുടെ ഇന്ത്യക്കാർ അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് മാവോവാദി ഭീകരവാദം അടിച്ചമർത്തപ്പെട്ടു എന്നുള്ളത്. വ്യാപകമായിട്ട് ഇന്ന് ചുരുക്കം ചില മേഖലയിൽ ഒഴികെ ബാക്കി മാവോവാദ ഭീകരവാദം നിലനിന്ന എല്ലായിടത്തും അതിനെ ഓൾമോസ്റ്റ് തുടച്ചു നീക്കി എന്നുള്ളതാണ് വാസ്തവം. ഭീകരവാദങ്ങൾ പലതരത്തിലുള്ളത് ഇന്ത്യയിലുണ്ട്. പലരും ജിഹാദി ഭീകരവാദം, ഇസ്ലാമിക ഭീകരവാദം എന്നൊക്കെ പറയാം എന്ന് പറയുന്ന ഒന്ന് പല മേഖലയിൽ പല രീതിയിലുണ്ടായിരുന്നു. കേരളത്തിലടക്കം അതിൻ്റെ ആൾക്കാരുണ്ടായിട്ടുണ്ട്. സിറിയയിലേക്കും ഇറാഖിലേക്കും ഒക്കെ റിക്രൂട്ട് ചെയ്ത ആൾക്കാരെ കൊണ്ടുപോയി അവിടെ കൂലിപ്പടയാളികളും ഭീകരവാദത്തെ ഉപയോഗിച്ച് അവർ പലരും മരിച്ചു പോയിട്ടുണ്ട്. മലയാളികൾ വിദേശ യുദ്ധം ചെയ്ത സംഭവം ഉണ്ടായി. അതിന്ന് അതിനെക്കുറിച്ച് അധികം കേൾക്കുന്നില്ല. താലിബാൻ്റെ തടവറയിൽ പോലും ഇവിടുന്ന് പോയൊരു കിടപ്പുണ്ടെന്നുള്ളതാണ് വാസ്തവം. മറ്റൊന്ന് കുക്കി തീവ്രവാദം പോലുള്ളത്. പിന്നെ പഞ്ചാബിലുണ്ടായിരുന്ന സിഖ് തീവ്രവാദമുണ്ട്. പിന്നെ ഇന്ത്യയിൽ അത്ര ആക്റ്റീവായിട്ടില്ലെങ്കിലും നമ്മൾ പലപ്പോഴും ഭീഷണിയായിട്ട് കണ്ടിട്ടുണ്ട് തമിഴ് പുലികളുടെ, ശ്രീലങ്കയിലെ തമിഴ് ഭീകരവാദം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രശ്നങ്ങൾ ഇന്ത്യ അനുഭവിച്ചിട്ടുമുണ്ട്, ഇല്ല എന്നല്ല. ഇങ്ങനെ പലതും ഉണ്ടാകുമ്പോൾ പോലും നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഓരോരോ മേഖലകളിൽ ഇതിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. കാശ്മീരിൽ ഇന്ന് ഭീകരവാദത്തിൻ്റെ വളരെ കുറവാണ്. മിക്ക ദിവസങ്ങളിലും വെടിവെപ്പുണ്ടായിരുന്നു. ഇന്ന് അവിടെ വളരെയധികം ചുരുങ്ങിയിരിക്കുന്നു. പാകിസ്ഥാന് പോലും മനസ്സിലായി കാശ്മീരിലേക്ക് ഭീകരവാദമായിട്ട് കൂടുതൽ ചെന്നാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. പാക് പട്ടാളം എപ്പോഴും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവരിന്ന് ഇന്ത്യയെ വീണ്ടും ഭയന്നിരിക്കുകയാണ്. ഇപ്പം അമേരിക്കയായിട്ടുള്ള പുതിയ ബാന്ധവങ്ങൾ വന്നതിൻ്റെ പേരിൽ ഇനി അവർ വല്ലതും ചെയ്താലേ ഉള്ളൂ, അല്ലെങ്കിൽ അതുപോലും അവിടെ കുറഞ്ഞു. സിഖ് ഭീകരവാദം എന്ന് പറയുന്നത് വീണ്ടും തലപൊക്കി വരുമായിരുന്നു. പക്ഷേ കാനഡയിലും ബ്രിട്ടനിലും അമേരിക്കയിലും പോലും ഉള്ള സിഖ് ഭീകരവാദികളെ അജ്ഞാതന്മാർ വെടിവെച്ച് കൊല്ലാൻ തുടങ്ങിയതോടെ അതിനൊരു ശമനം വന്നിട്ടുണ്ട്. പാകിസ്ഥാനിലുള്ള സിഖ് ഭീകരവാദ സംരക്ഷകരെ പോലും വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അജ്ഞാതനിറങ്ങി നന്നായിട്ട് അജ്ഞാത വിളയാട്ടം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു സംഭവം, അതും അവിടെ ഒതുങ്ങി. പിന്നെ ഒരു വലിയൊരു ഭീകരവാദം ഉണ്ടായിരുന്നു. സത്യത്തിൽ ഈ പറഞ്ഞ ഏതിനേക്കാളും വ്യാപകമായിട്ട് ഇന്ത്യയുടെ പല സ്റ്റേറ്റിലും വ്യാപിച്ച് കിടന്ന ഒന്നാണ്. ആദ്യകാലത്ത് നക്സൽ എന്നറിയപ്പെട്ടിരുന്നു, പിന്നെ മാവോവാദി എന്നറിയപ്പെട്ടിരുന്നു. അത് നേപ്പാൾ തൊട്ടിട്ട് കേരളം വരെ നീണ്ടൊരു ബെൽറ്റായിട്ടാണ് അത് വന്നിരുന്നത്. അത് നേപ്പാളിൽ അതിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. നേപ്പാളിൽ പിന്നെ രാജഭരണമൊക്കെ മാറി ജനാധിപത്യ ഭരണം വന്നു. ആദ്യഘട്ടത്തിൽ എന്നിട്ടും ആയുധം എടുത്ത് പോരാടിയിരുന്നവർ ആയുധം ഉപേക്ഷിച്ചു. അവർ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് നേപ്പാളിൽ ഒതുങ്ങി. അതിൻ്റെ അടുത്ത ഘട്ടമായിട്ടുണ്ടായത് ബീഹാറിലാണ്. ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശിൻ്റെ ചില മേഖലകൾ, മഹാരാഷ്ട്രയുടെ ചില മേഖലകൾ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം, ഇങ്ങനൊരു നീണ്ട ബെൽറ്റായിട്ട് വനവാസി മേഖലകൾ, ആദിവാസി മേഖലകളിൽ, വനങ്ങളിൽ, മലകളിൽ ഇത് വ്യാപിച്ച് കിടക്കുകയായിരുന്നു. നമ്മൾ നോക്കിയാൽ പ്രധാനമായിട്ടും മനസ്സിലാവും പിന്നോക്ക ആദിവാസി മേഖലകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ആദിവാസികളെ ആയുധമണിയിച്ച് വിദേശ കൂലിപ്പടയാളികളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഉണ്ടായിരുന്നത്. ഇതിനു വേണ്ടി വ്യാപകമായ ഫണ്ട് വന്നിട്ടുണ്ട്. ഇത് എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഇതിന് വളരെ പഴക്കമുണ്ട്. 1970 തൊട്ടിട്ട് ഈ സംഭവമുണ്ട്. നക്സൽ ഭീകരവാദം എന്ന് നമ്മൾ വിളിക്കുന്നു. നമ്മൾ പലപ്പോഴും കരുതിയിരിക്കുന്നത് ഇതിൻ്റെ പുറകിൽ ചൈന ഒക്കെ ആയിരിക്കും എന്നാണ്. വാസ്തവത്തിൽ ചൈന അല്ലായിരുന്നു. ഇതിൻ്റെ പുറകിൽ അമേരിക്കയാണ്. കാരണം എപ്പോഴൊക്കെ എവിടെയൊക്കെ വെച്ച് ഇതിൻ്റെ പുറകിലുള്ള ഒരു വിദേശിയെ പിടിച്ചിട്ടുണ്ടോ, ഒരിക്കലും ചൈനക്കാരനല്ല പിടിച്ചേക്കുന്നത്, അമേരിക്കക്കാരനെയാണ്. ഈയിടെ മിസോറാമിൽ പോലും പിടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കേരളത്തിലാണെങ്കിലും ആന്ധ്രയിലാണെങ്കിലും ഒക്കെ പലപ്പോഴും പഴയ മുൻ നക്സൽസ് പലപ്പോഴും പല കാര്യങ്ങളും വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് വന്നിരിക്കുന്ന അമേരിക്കയുടെ ആൾക്കാരാണ്. അതാണ് ഇതിന് പുറകിൽ വളരെ ക്ലിയറായിട്ട് CIA ആണ്. അവർ വളരെ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഫണ്ട്, ഇതിന് വലിയ ഫണ്ട് വേണം. ഇതിന് പലപ്പോഴും ഫണ്ട് വരുന്നത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ പല നീക്കങ്ങളും എടുത്തു. സാമ്പത്തിക രംഗത്ത് ഇവരിലേക്ക് ഫണ്ട് കിട്ടാതിരിക്കാനുള്ള വഴി എടുത്തിട്ടുണ്ട്. FCR അക്കൗണ്ടുകളെ ഇവിടെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, അതിനെ നിയന്ത്രിച്ചിട്ടുണ്ട്. ഇതിൽ കൂടാതെ ഈ നക്സൽ ബാധിത മേഖലകൾ എന്നറിയപ്പെടുന്ന മേഖലകളിൽ പ്രധാനമായിട്ടും പ്രത്യക്ഷത്തിൽ കുറേ നടപടിയെടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത് സൈനിക വിന്യാസമാണ്. പട്ടാളം, അതുപോലെ തന്നെ അർദ്ധസൈനിക സേനകൾ, ഇവരെയൊക്കെ വിന്യസിച്ച് ഡയറക്റ്റ് അറ്റാക്ക് തന്നെ പലയിടമുണ്ട്. പല ഗ്രാമങ്ങളിലേക്കും കടന്നു കയറാൻ ബുദ്ധിമുട്ടാണ്. മൈനുകൾ പാകിയിട്ടുണ്ട്. അങ്ങനെയുള്ളത് മൈനുകൾ മാറ്റിയിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള ഫൈറ്റേഴ്സിനെ നേരിട്ട് തന്നെ നമ്മുടെ പട്ടാളം അടിച്ചമർത്തിയിട്ടുണ്ട്, വെടിവെച്ച് കൊന്നിട്ടുണ്ട്, അവരെ വളഞ്ഞു പിടിച്ച് കൊന്നിട്ടുണ്ട്. അതൊന്ന്. രണ്ട്, അവർക്കിടെ തന്നെ
നമ്മുടെ തന്നെ ചാരന്മാരും നമ്മുടെ തന്നെ ഏജൻസികളും ചെന്ന് അവർക്ക് മനഃപരിവർത്തനം വരാനുള്ള പല നടപടിയെടുത്തിട്ടുണ്ട്. ആയുധം ഉപേക്ഷിക്കും, എന്നിട്ട് നിങ്ങൾ നമ്മുടെ വികസന പ്രവർത്തന പങ്കാളികളാവുക, ജനാധിപത്യ മാർഗത്തിൽ വരിക, അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടി ധാരാളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ വികസനം തടയപ്പെട്ടു എന്നുള്ളതായിരുന്നു ഒരു പ്രധാന പ്രശ്നം. മുൻകാലത്ത് മോഡി ഗവൺമെൻറ് വരുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് മൻമോഹൻ ഭരണകാലത്ത് എന്നും ഈ മാവോവാദി അക്രമങ്ങളുടെ ന്യൂസുകളായിരുന്നു. അവിടെ ഒരു പരിധിവരെ അവിടെ ജനങ്ങളിലേക്ക് വികസനം എത്താതിരിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ വികസനം അന്ന് കൊണ്ടുവരാതിരുന്നിട്ടുണ്ട് ഈ മേഖലകളിൽ. പക്ഷേ മോഡി വന്നതിന് ശേഷം വികസനം ജനങ്ങളിലേക്ക് എത്തിക്കുക, വൈദ്യുതി എത്തിക്കുക, റോഡ് സൗകര്യങ്ങൾ എത്തിക്കുക, ബസ് ചെല്ലുക, ട്രെയിൻ എവിടെയെല്ലാം ചെല്ലുക, ഇതെല്ലാം ഗ്രാമങ്ങളുമായിട്ടുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെ കണക്ടിവിറ്റി ഉണ്ടാകുമ്പോൾ മാത്രമേ നീതിപൂർവമായിട്ട് സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ജനങ്ങളിലേക്ക് വികസനം എത്തണമല്ലോ. റോഡില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടുത്തെ റേഷൻ കട അരി എത്തുമോ? ആദ്യം അത് വേണ്ടേ, നല്ല കാര്യമുള്ളൂ. ജനങ്ങളിലേക്ക് പലതും എത്തണ്ടേ, വൈദ്യുതി എത്തണ്ടേ, വെള്ളം എത്തണ്ടേ, പോസ്റ്റ് ഓഫീസ് പോലുള്ള സൗകര്യങ്ങൾ അവിടെ വേണ്ടേ. ഇതെല്ലാം സർക്കാർ എത്തിച്ചു. അതായത് ജനങ്ങൾക്കിടെ വികസന പ്രവർത്തനം. തോക്കെടുത്ത് ഇങ്ങോട്ട് പോരാടുന്നതിന് വെടിയുണ്ട, ആയുധം താഴെ വയ്ക്കാൻ താല്പര്യമുള്ളവന് പുനരധിവാസം. എന്നിട്ടും ആയുധം താഴെ വയ്ക്കാത്തവനുണ്ടെങ്കിൽ അവനെ ഡ്രോണുകൾ ഉപയോഗിച്ചും സാറ്റലൈറ്റ് ഉപയോഗിച്ചും പോലും നിരീക്ഷിക്കും. ഉപഗ്രഹം ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നുണ്ട്, ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഇവരുടെ ഒളിയിടങ്ങൾ കണ്ടെത്തുന്നുണ്ട്, അവിടെ വളയുന്നുണ്ട്. അവൻ തോക്ക് താഴെ വയ്ക്കാൻ തയ്യാറാണെങ്കിൽ അവൻ്റെ പുനരധിവസിപ്പിക്കും, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും. ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ മാവോവാദി ഭീകരവാദത്തെ അടിച്ചമർത്തി എന്ന് പറയുന്നത്, ഇവർ കുറേ പേർ കീഴടങ്ങിയ വാർത്തകളും നമ്മൾ കണ്ടതുണ്ട്. പക്ഷേ എല്ലാം പ്രത്യക്ഷമായിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കില്ലല്ലോ. അല്ല, പരോക്ഷമായിട്ടുള്ള ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെയുള്ളവരെ രണ്ട് വിധത്തിൽ അറിയാൻ പറ്റും, 2-3 വിധത്തിൽ. ഒന്ന്, സാങ്കേതികവിദ്യ ഉപയോഗിക്കണം. സാങ്കേതികവിദ്യ ഉപയോഗിച്ചാൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് എവിടെയൊക്കെ നടക്കണം ഇത് കുറേ കണ്ടെത്താൻ പറ്റും. പിന്നെ കീഴടങ്ങിയ ആൾക്കാർ വെറുതെ അങ്ങോട്ട് വന്ന് സമൂഹത്തിൽ വന്ന് അവർ സർക്കാരിൻ്റെ നിന്ന് പൈസയും മേടിച്ച് ഒരു ബിസിനസ്സും തുടങ്ങി ജീവിക്കുകയല്ല ചെയ്യുന്നത്. അവൻ ഏജൻസികൾക്ക് കൊടുക്കേണ്ട കുറേ വിവരങ്ങളുണ്ട്. അവൻ എന്തായാലും ചെയ്തുകൊണ്ടിരുന്നത്, അവർ ആരൊക്കെയാണ് അവൻ്റെ കമ്മ്യൂണിക്കേഷൻ, അവൻ്റെ പോയിൻറ്റുകൾ അതൊക്കെയാണ്. ഇത്തരം വിവരങ്ങൾ അവരെയും ശേഖരിക്കും. അത് വിവരങ്ങൾ തരാൻ തയ്യാറുള്ള എല്ലാവരും വിവരങ്ങൾ സർക്കാർ ശേഖരിക്കും. 3, ഇവർ ആക്റ്റീവായിരുന്ന കാലത്ത് തന്നെ എല്ലാ ഗ്രാമങ്ങളിലും നമ്മുടെ ചാരസംഘടനകളുടെ ആൾക്കാരും ചെന്നിട്ട് അവിടെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണല്ലോ ഇവരുടെ നേതാക്കന്മാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും പുനരധിവസിപ്പിക്കാനുള്ള മെസ്സേജുകൾ എത്തിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ പല വഴികളിൽ കൂടി ഇവരിൽ ആരൊക്കെയാണ് പ്രത്യക്ഷത്തിൽ നിൽക്കുന്നവർ, പുറകെ നിൽക്കുന്നവർ, അവരെ കണ്ടെത്തി അവരെയും കൂടെ മുഖ്യധാരയെ കൊണ്ടുവരാൻ നോക്കും. ഒന്നുകിൽ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ പുനരധിവസിപ്പിക്കപ്പെടാൻ തയ്യാറാണെങ്കിൽ അതിനുള്ള വഴികൾ അവരെ കാണിച്ചു കൊടുക്കും. വിദ്യാഭ്യാസം വേണോ, വിദ്യാഭ്യാസം കൊടുക്കും. ജോലി വേണോ, ജോലി കൊടുക്കും. ഇതൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോഴാണല്ലോ ഈ കുഴപ്പമുണ്ടാവുന്നത്. പിന്നെ പലപ്പോഴും വിദേശ പണം മേടിച്ച് അവൻ പണത്തിന് വേണ്ടിയായിരിക്കും. തൊഴിലെടുക്കുക, പണം ഉണ്ടാക്കുക എന്നൊരു മെസ്സേജ് അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ വികസനം ഇല്ലാതെ വരുന്നതായിരുന്നോ നിങ്ങളുടെ പ്രശ്നം? വികസനം കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. പണ്ടൊരിക്കൽ തെലങ്കാന എന്ന് പറഞ്ഞ മേഖല ഈ ഭീകരവാദം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ആന്ധ്രയിൽ. ഇന്നിപ്പോൾ ആന്ധ്രയിൽ നിന്ന് കേൾക്കുന്നില്ലല്ലോ. സത്യത്തിൽ തെലങ്കാന എന്നൊരു സംസ്ഥാനം ഉണ്ടായപ്പോൾ തന്നെ അവിടെ ഭീകരവാദത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞു. കാരണം അധികാരം എന്ന് പറയുന്നത് ഒരു ഏരിയയിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടിരുന്നപ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ തെലങ്കാന മേഖല പഴയ ഹൈദരാബാദ് നൈസാമിൻ്റെ ഭരണമേഖലയായിരുന്നു. അപ്പോൾ നൈസാം ഭരണകാലത്ത്, ഇസ്ലാമിക ഭരണകാലത്ത് തന്നെ അവിടുത്തെ പാവപ്പെട്ട ആദിവാസി സമൂഹങ്ങൾ അടിച്ചമർത്തപ്പെട്ടിരുന്നു. പിന്നീട് ആന്ധ്ര ഉണ്ടായപ്പോൾ പോലും പ്രധാനമായിട്ടും ആന്ധ്രയുടെ കുറേ വികസനമുള്ള മേഖലയുണ്ട്, സീമാന്ധ്ര പോലുള്ള മേഖലകൾ, തെക്കോട്ടുള്ള ഏരിയ, അവരൊക്കെയായി പ്രധാനമായിട്ടും ഭരണത്തിൽ പങ്കാളിയാവുന്നത്. അന്നേരം ഈ മേഖല പിന്നോക്കമായിട്ട് തുടർന്നു. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഭീകരവാദം ഒരു കാലത്തുണ്ടായത്. പക്ഷേ സെപ്പറേറ്റ് ഒരു സ്റ്റേറ്റ് ഉണ്ടായി. ആ സ്റ്റേറ്റ് അവർക്കൊരു ഭരണകൂടം ഉണ്ടായി. അപ്പോൾ ആദ്യം തന്നെ ചെയ്തത് തന്നെ അറിയോ, അധികാരത്തിൽ വന്ന സർക്കാർ ചന്ദ്രശേഖർ റാവു പുള്ളി ആദ്യം തന്നെ ചെയ്തത് ആ ജനങ്ങളുടെ ആദ്യത്തെ നെസസിറ്റി എന്ത്, അത് ഫില്ല് ചെയ്യാന്നുള്ളതാണ്. അവർക്കൊരു വലിയ മതപരമായ നെസസിറ്റി ഉണ്ടായിരുന്നു. നിരവധി കാളീക്ഷേത്രങ്ങളാണ് സർക്കാർ ഫണ്ടിങ്ങിൽ ആദ്യം തന്നെ വന്നത്. അവിടെ നൂറ്റാണ്ടുകളായിട്ട് മതം അടിച്ചമർത്തപ്പെട്ടിരുന്നു. ഈ ആദിവാസികളുടെ സ്വതന്ത്രമായിട്ടുള്ള ആരാധന സമ്പ്രദായങ്ങൾ തടയപ്പെട്ടിരുന്നു. അതിനൊരു വഴി ആദ്യം കണ്ടെത്തി. സത്യത്തിൽ അവിടെ ഹിന്ദുത്വം തന്നെയാണ് അവിടെ പരിഹാരം കൊണ്ടുവന്നത്. അവിടെ ആദ്യം ജനങ്ങൾ ആ പരിഹാരം സ്വീകരിച്ചു. അവർക്ക് അവരുടെ വർഷങ്ങളായിട്ട് തടയപ്പെട്ടിരുന്ന, അടിച്ചമർത്തപ്പെട്ടിരുന്ന, ഒരു കാലഘട്ടത്തിൽ നൈസാമിൻ്റെ ഭരണകാലത്ത് അടിച്ചമർത്തപ്പെട്ടിരുന്ന, പിന്നീട് മിഷണറിമാരുടെ സ്വാധീനം കൊണ്ട് അടിച്ചമർത്തപ്പെട്ടിരുന്ന അവരുടെ മതം, ആ മതസ്വാതന്ത്ര്യം അതങ്ങ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഓരോ തരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും ഉണ്ടാവുന്നത്.
അവൻ്റെ ഗോത്രവർഗ സ്വഭാവത്തിലുള്ള ആരാധനകളായിരിക്കും ഒരുപക്ഷെ അവന് വേണ്ടി വരിക. അതിന് വേണ്ടുന്ന അവിടെ കൊടുക്കണം, സർക്കാരിനുള്ള സംവിധാനങ്ങൾ കൊടുക്കണം. അവന് ലാൻഡ് വേണോ, ലാൻഡ് കൊടുക്കണം. പലപ്പോഴും ആദിവാസി മേഖലയിലുള്ളവർക്ക് അവരുടെ ആരാധനാക്രമങ്ങൾ നിർവഹിക്കാൻ, അവന് ശ്മശാനങ്ങൾ ഉണ്ടാക്കാനൊക്കെ ലാൻഡ് വേണ്ടി വരും. ഇതെല്ലാം കൊടുക്കണം. അവന് തൊഴിൽ, അവനവൻ്റെ ഗോത്ര സംസ്കാരത്തെ എത്രയും സ്നേഹിക്കുന്നുണ്ട്, അത് നിലനിർത്താനുള്ള വഴികൾ കാണിച്ചു കൊടുക്കണ്ടേ? അതുപോലും ഇല്ലാണ്ടാകുമ്പോഴാണ് അവൻ ചിലപ്പോൾ ആയുധം എടുക്കുന്നത്, ചിലപ്പോൾ പട്ടിണി നടക്കുമ്പോഴാണ് ആയുധം എടുക്കുന്നത്, ചിലപ്പോൾ അവൻ്റെ വീട്ടിലെ പെൺകുട്ടികൾക്ക് പീഡനം വെക്കുമ്പോഴായിരിക്കും അവൻ ആയുധം എടുക്കുന്നത്. അവിടെ സുരക്ഷ കൊടുക്കണം, സ്ത്രീ സുരക്ഷ അവിടെ ഏർപ്പാടാക്കണം, അവന് പട്ടിണി മാറാനുള്ള വഴി കാണിച്ചു കൊടുക്കണം, അവൻ്റെ സംസ്കാരത്തെ പ്രിസർവ് ചെയ്യാനുള്ള വഴി കാണിച്ചു കൊടുക്കണം. ഇതെല്ലാം കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും അവനവിടെ മുഖ്യധാരയിൽ വരാൻ പറ്റും. മുഖ്യധാരയിൽ എവിടെയൊക്കെ ആദിവാസി വന്നോ അവിടെ എല്ലാം ഈ പ്രശ്നം ഒഴിവായി. കാരണം അപ്പോൾ അവനെ ചൂഷണം ചെയ്യാൻ വിദേശ മതപ്രവർത്തകർക്ക് പറ്റില്ല, അവനെ ചൂഷണം ചെയ്യാൻ വിദേശ കൂലിപ്പട ആളുകൾക്ക് പറ്റില്ല, വിദേശ ഫണ്ടിങ് ഇറക്കി ആയുധം എടുക്കുന്നവർക്ക് പറ്റില്ല. അപ്പോൾ അതിൽ നിന്ന് മാറ്റണം, മുഖ്യധാരയിലേക്ക് അവനെ കൊണ്ടുവരുന്നു. ജനങ്ങളെ മുഖ്യധാരയിൽ എത്തിക്കാൻ പണ്ട് തന്നെ ഇവിടെ ശ്രമം, ഭരണഘടനാപരമായിട്ട് അതിന് ഇവിടെ വിലക്കൊന്നുമില്ല. പക്ഷേ ആരൊക്കെയോ ചില ഗൂഢാലോചനകളുടെ ഭാഗമായിട്ട് ഇവർ മുഖ്യധാര വരുന്നത് തടുത്തു. ഇതാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ടായത്, ഇതാണ് ഇന്ത്യയിലെ ആദിവാസി മേഖലകളിലുണ്ടായത്. അപ്പോൾ അവിടെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ അവിടെ ഭീകരവാദത്തിന് തടയിട്ടു. അത് സ്വയം ഒരു തട അവിടെ ഉണ്ടാവുകയാണ്. പിന്നെ വേണ്ടുന്നത് ആയുധമെടുത്ത് പോരാടുന്നവരെ അടിച്ചമർത്തുക എന്നുള്ളതാണ്. അതും ചെയ്തു. അപ്പോൾ ജനങ്ങളിലേക്ക് വികസനം എത്തിച്ചു. പാലങ്ങൾ പണിതു, റോഡുകൾ പണിതു. കുറേ നാൾ മുമ്പ് ഒരു ന്യൂസ് കണ്ടില്ലേ, ഇത് മാവോവാദി ഭീഷണി കാരണം ബസ് ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ആദ്യമായിട്ട് ബസ് എത്തി, റോഡും വന്നു, ബസ്സും വന്നു, കണക്ടിവിറ്റിയായി. അപ്പം ആൾക്കാർക്ക് നഗരങ്ങളുമായിട്ട് കണക്റ്റ് ആവുകയാണ്. അവന് തൊഴിലെടുക്കാൻ പറ്റുന്നുണ്ട്, അവിടെ തൊഴിൽ കിട്ടുന്നുണ്ട്, അവിടെ പട്ടിണി മാറുന്നുണ്ട്. അവനൊരു ഭീകരവാദി ആവേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഭീകരവാദിയുടെ ഒരു ഏജൻ്റ് ആവേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഗവൺമെൻറ് പോരാടുന്നിടത്ത് പോരാടണം, വികസനം കൊടുക്കേണ്ടത് വികസനം നടത്തണം, പുനരധിവസിപ്പിക്കേണ്ടതിന് പുനരധിവസിപ്പിക്കണം. ഈ 3 കാര്യം ചെയ്തപ്പോൾ തന്നെ 90% ഏരിയയും, 99% ഏരിയയിലും മാവോവാദി ഭീകരവാദി ഇല്ലാണ്ടായി. ഇപ്പോൾ ചുരുക്കം ചില മേഖല മാത്രമേ ബാക്കിയുള്ളൂ, അതും വൈകാണ്ട് തുടച്ചു നീക്കും. ഇതിൻ്റെ പേരാണ് മിഷൻ 2026. മിഷൻ 2026 ലോക്സഭയിൽ അമിത്ഷാ പ്രഖ്യാപിച്ചാണ്. 2026 എന്നുള്ളത് ഇന്ത്യയിലെ മാവോവാദി ഭീകരവാദത്തിൻ്റെ അന്ത്യമാണ്. അത് അമിത്ഷാ കുറിച്ചു വച്ചിരിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇനി സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഒരു ഭീകരവാദം എന്ന് പറയുന്നത് ഒരു പരിധിവരെ കുക്കി ഭീകരവാദമാണ്. ഇപ്പോൾ ജിഹാദി ഫണ്ടമെൻ്റലിസം ഒക്കെ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അവയൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. കൺട്രോൾ ചെയ്യാൻ ഇനിയും ബാക്കിയുള്ളത് കുക്കി ഭീകരവാദമാണ്. അതും വൈകാതെ കൺട്രോൾ ചെയ്യപ്പെടും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.